ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. രജനികാന്ത് നായകനായി എത്തിയ കൂലി ഇറങ്ങി ആദ്യ ദിനമാണ്. ഇതിനോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പ്രീസെയിലിലൂടെ മാത്രമായി സിനിമ നേടിയിരിക്കുന്നത് 8,10,00,000 രൂപയ്ക്ക് മുകളിലാണ്. ആദ്യ ദിനത്തെ കളക്ഷനിലേക്ക് നമുക്ക് കടന്നു വരാം. അതിന് മുന്നോടിയായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സിനിമ ഇന്ന് 1902 ഷോകളാണ് ട്രാക്കേഴ്സ് ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത്. 3,91,000 മുകളിലുള്ള ആളുകൾ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തു എന്നാണ് കാണാൻ കഴിയുന്നത്. 77% ഇതുവരെയുള്ള ഒക്യുപ്പൻസിയായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനോടകം തന്നെ 215 ഹൗസ്ഫുൾ ഷോകളും 363 ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളും 1082 ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളുമാണ് ഉള്ളത്. സിനിമയ്ക്ക് ഇതുവരെ ലഭിച്ച കണക്കുകൾ പ്രകാരം 6,53,00,000 രൂപയാണ് ട്രാക്ക്ഡ് കളക്ഷനായി പുറത്തു വന്നിരിക്കുന്നത്. ആദ്യ ദിനം സിനിമ 8 കോടിക്ക് മുകളിലേക്ക് കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ നേടുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഇന്നത്തെ സിനിമയുടെ പ്രതികരണം നമുക്ക് നോക്കുകയാണെങ്കിൽ മിക്സഡ് റിവ്യൂസ് തന്നെയാണ് വന്നിരിക്കുന്നത്. എവിടെയും ആവറേജ് എന്നുള്ളതാണ് പലരും പറയുന്നതെങ്കിൽ ചിലർക്കൊക്കെ അത് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് സിനിമയുടെ ലെങ്ത് തന്നെയാണ് ഏറ്റവും വില്ലനായിരിക്കുന്ന ഒരു കാര്യമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും രജനീകാന്തിൻ്റെ 50-ാം വർഷം സിനിമയിൽ അരങ്ങേറിയിട്ട് 50 വർഷം തികയുമ്പോൾ ഒരു കാര്യം ഉറപ്പാകുകയാണ്, അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വളരാൻ ഇതുവരെയും തമിഴിൽ ഒരു താരം പോലും ഇല്ല എന്നുള്ള അത്രത്തോളം സപ്പോർട്ടാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. തമിഴിൽ മാത്രമല്ല, ലോകമെമ്പാടും. തമിഴിൽ അതിലും വലിയ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഫാൻ ബേസ് ഉള്ള നടന്മാരിപ്പോൾ ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ വേൾഡ് വൈഡായിട്ട് നോക്കുകയാണെങ്കിൽ അത് രജനി തന്നെ മുന്നോട്ട് നിൽക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. സൗത്ത് ഇന്ത്യയിലെയും നോർത്ത് ഇന്ത്യയിലെയും മികച്ച നടന്മാരുള്ള ഈ ഒരു സിനിമ, പ്രത്യേകിച്ച് സൗബിൻ്റെ പ്രകടനം മികച്ചു നിൽക്കുമ്പോൾ ഈ സിനിമ കേരളത്തിലും തരംഗമാവുക തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യം തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാം. പ്രത്യേകിച്ച് രജനി സിനിമകൾക്കെല്ലാം അങ്ങനെ തന്നെയാണ് മലയാളികൾ. കാരണം മറ്റൊരു മലയാളി നടനായി തന്നെയാണ് അവർ കാണുന്നത്. അല്ലെങ്കിൽ ഏറ്റവും വലിയ സൂപ്പർ താരം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ രജനീകാന്തിനെ കുറിച്ച്. എന്തായാലും സിനിമ വേൾഡ് വൈഡായിട്ട് ഇതുവരെ ട്രാക്ക്ഡ് കളക്ഷൻ പ്രീസെയിലൂടെ മാത്രമായി നേടിയിരിക്കുന്ന കണക്കുകൾ പുറത്തു വരുന്നത് സിനിമയ്ക്ക് 110 കോടിയോളമാണ് ആദ്യ ദിനത്തെ കളക്ഷൻ. 115 കോടി എത്തിയെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സിനിമ ആദ്യ ദിനം നമ്മൾ പ്രതീക്ഷിക്കുന്നത് 180 കോടിക്ക് മുകളിലായിരിക്കും വേൾഡ് വൈഡ് എന്നുള്ളതാണ്. 150 കോടിക്കും 180 കോടിക്കും ഇടയിൽ ഉണ്ടാകാനുള്ള ചാൻസുകൾ ഏറെയും സാധ്യമാണ്. എന്തായാലും അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. നാളെ ഇതേ ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അപ്ഡേറ്റുകൾ വരുന്നതായിരിക്കും. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം.